നമ്മൾക്ക് ഈ ചെറുപ്പക്കാർ യുവാക്കളോട് ഭയങ്കര പരാതിയാണ്. അവരെ മുടി നമുക്ക് പ്രശ്നമാണ്, അവരെ മീശ നമുക്ക് പ്രശ്നമാണ്, അവരെ താടി നമുക്ക് പ്രശ്നമാണ്, ഡ്രസ്സ് നമുക്ക് വിഷയമാണ്. എന്നിട്ട് നമ്മളിങ്ങനെ പറയും, അവരെ പള്ളിയിൽ കിട്ടുന്നില്ല, മദ്രസിൽ കിട്ടുന്നില്ല, സംഘടനാ പ്രവർത്തനത്തിന് കിട്ടുന്നില്ല, നല്ല കാര്യങ്ങൾക്കൊന്നും നമ്മളെ നാട്ടിലെ യുവാക്കളില്ല. ഈ യുവാക്കൾ എങ്ങനെ വരിക? അവര് പള്ളിക്ക് വന്നാൽ കണ്ടില്ലേ ചങ്ങായിന്റെ കോലം, കണ്ടില്ലേ അവന്റെ പാൻറ് കണ്ടില്ലേ? ഈ കുട്ടികൾ പിന്നെ എങ്ങനെ വരും എന്നു മാത്രല്ല, കാണുന്നോടത്ത് വെച്ചൊക്കെ ഈ കുട്ടികളെ നമ്മൾ അപകീർത്തിപ്പെടുത്തും. പീഡികത്തിണ്ണയിൽ ഇരുന്നിട്ട് നാട്ടിലുള്ള യുവാക്കളുടെ ചേലും കോലുമാണ് ചർച്ച. എന്നിട്ട് പിന്നെ നമ്മൾ പറയും കുട്ടികളെ പള്ളിയിലേക്ക് വരുന്നില്ല, മദ്രസയിലേക്ക് വരുന്നില്ല, ഒരു കാര്യത്തിനും കിട്ടുന്നില്ല. പറ്റുവാണെങ്കിൽ ഒരു കല്യാണാന്വേഷണം വന്നാല് അത് മുടക്കാനുള്ള പണി കൊടുക്കും. അത് ഫുള്ള് കഞ്ചാവിലാണ്. അത് എങ്ങനെ നിങ്ങൾ അന്വേഷിച്ചാളി, പുറത്ത് അന്വേഷിച്ചേക്ക്, എന്താണെന്നറിയില്ല. അങ്ങനെ ഇതൊക്കെ അതിജീവിച്ച് ഈ യുവാവ് ഇനി എങ്ങനെങ്കിലും ഒരു പെണ്ണിനെ ശരിയായി നിക്കാഹൊക്കെ നടന്ന് സ്വന്തം പെണ്ണിനെയായിട്ട് അങ്ങാടിയിലൂടെ ഒന്ന് വാഹനത്തിൽ, കാറിൽ അല്ലെങ്കിൽ ബൈക്കിൽ പോയാൽ അപ്പോൾക്ക് ഇവിടുന്ന് പിന്നെയും കുരു പൊട്ടാൻ തുടങ്ങി. അത് പോണ കണ്ടില്ലേ? ഇത് പരമാവധി ചങ്ങായി മുടക്കി നോക്കിയതാണ്, എന്നിട്ട് മുടങ്ങിയില്ല. എന്നിട്ട് ഇപ്പൊ അപ്പുറത്തുനിന്ന് വിളിച്ചു പറയാൻ അതാ പോണ കണ്ടില്ലേ? ഈ കുട്ടികളെ എങ്ങനെ നമുക്ക് കിട്ടുക? പിന്നെ എങ്ങാനും ഒരു കുട്ടി റമദാനായപ്പോൾ ഒരു യുവാവ് ഒരു തൊപ്പിയൊക്കെ ഇട്ട് പള്ളിക്കാട്ട് കയറിയാൽ അപ്പുറത്ത് കാരണം ഒരു അപ്പൊ ഒരു റമദാനിൽ വന്നിണതാ ഒരു തൊപ്പിയൊക്കെ ഇട്ട്